ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇതിൽ നിന്നാണ്. എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇന്ന് ഞങ്ങൾ മൂന്നുപേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി നിൽക്കണം കേട്ടോ. ഇന്നുമോള് കൊച്ചിയിൽ നിന്ന് വന്നപ്പോൾ നിബിലുട്ടിക്ക് ഇന്നുമോളെ കാണണമെന്ന് ആഗ്രഹമായിട്ട് നിബിലുട്ടി മറ്റേ പട്ടാമ്പിയിൽ നിന്ന് നമ്മളത്തേക്ക് വന്നു. ഇന്നുമോൾക്കാണെന്നുണ്ടെങ്കിൽ യാമിക്കുട്ടിനെ കാണണമെന്ന് ഭയങ്കര, ഓള് 2-3-4 പ്രാവശ്യം വന്നപ്പോഴും യാമിക്കുട്ടിനെ കാണാൻ പറ്റിയിട്ടില്ലേ. അപ്പോൾ യാമിക്കുട്ടിനെ കാണാൻ പോകണം, ഓൾക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സും ഇച്ചിരി മുടിമ വെക്കുന്ന ആക്സസറീസും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ യാമിക്കുട്ടിനെ കാണാൻ വേണ്ടി പോകാതെ സെറ്റപ്പ് ഉണ്ടാക്കുക കേട്ടോ. സായിക്കുട്ടി ഞങ്ങൾ തിരഞ്ഞിട്ട് എങ്ങോട്ടൊക്കെയോ പോയിത്രേ. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ നിൽക്കണേ, കൂട്ടം തെറ്റി പോകരുതേ. നമ്മളങ്ങനെ മാർക്കറ്റ് സിറ്റി മോളിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇന്നുമോൾക്ക് ഈ യാമിക്കുട്ടിനെ കാണണം, കുറേ ദിവസമായി ഇവളെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഇന്നുമോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ യാമിക്കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ തൂതക്ക് പോകണം ഞങ്ങൾക്ക്, അതാണ് ഇപ്പോൾ. ഞാനും ഇന്നുമോളും നിബിലുട്ടി മാത്രമാണ് തൂതക്ക് പോകണത് കേട്ടോ. സായിക്കുട്ടിക്ക് പിന്നെ ട്യൂഷനുള്ള കാരണം കൊണ്ട് അവന് നേരെ തിരിച്ചു പോയി. നമ്മൾ തൂതക്കത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എനിക്ക് ഈ ഇറക്കിറങ്ങും ഭയങ്കര പേടിയാണ്. അത് കാരണം കൊണ്ട് ഞാൻ ഇറങ്ങി നടക്കുക കൊണ്ടോ. നിന്നെ കാണാൻ വേണ്ട, പക്ഷെ അവളെ കണ്ണ് കോഴിക്കൂട്ടിലാണ്. അവളെ കണ്ണ് കോഴിക്കൂട്ടിലാ. യാമിക്കുട്ടിനെ കാണാൻ പൂതി വെച്ച് വന്നതാണ് എൻ്റെ മോള്, അറിയോ? അതിനെങ്ങനെ കണ്ണ് കോഴിക്കൂട്ടിലാണ്? എന്തത് കിടക്കുന്നുണ്ട് കാല്, പിന്നെ അന്ന് ഡിവൈഡ് ഉണ്ട്. എന്താ ചെയ്യാ, ആന്നേ. ഞാൻ അപ്പൊ തന്നെ എൻ്റെ മോളോട് പറഞ്ഞതാണ്, എനിക്ക് കാണാൻ കുറിച്ച് പോയിട്ടും കാര്യമില്ല, ആകർഷണം പടയ കാര്യന്നേ. എടുക്കാൻ വന്നതല്ല, റോസ് മാത്രമല്ല. ആളാണേ നടക്കും. ഷെഫ്മാനൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചിരുന്ന പോലെ ചെയ്ത് എങ്ങനെ ഡൈനോസർ കാട്ടിക്കാം. ദിനോസർ എങ്ങനെ ചെയ്ത കഴിവൊന്നും പുറത്തിറക്കാറില്ല. ബീഫ് കറി പൊറാട്ട ആക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഓട്ടർഷ ഇതാ വരുന്നതെന്ന് പറഞ്ഞല്ലോ. ബീഫ് കറി അപ്പൊ പിന്നെ ഞങ്ങൾ ഇത് മേടിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ കടി ചായക്ക് എണ്ണക്കടി ചായക്കെ ഉണ്ട്. ജിമ്മിലൊക്കെ പോകുന്നത് നമ്മളെ കൊറേ ആയി കണ്ടിട്ട്. ഇവിടെ യാമിക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ പഴം ഉണ്ട് കേട്ടോ. ഈ പഴം ഞാൻ കഴിക്കട്ടെ യാമിക്കുട്ടിയെ? എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ പഴം കഴിക്കട്ടെ? യാമിക്കുട്ടി പേടിച്ചിട്ടാണേ. യാമിക്കുട്ടിക്ക് ഈ പഴം കഴിക്കാൻ കൊടുക്കുമെന്ന് പേടിച്ചിട്ട്. പക്ഷെ ഓൾക്കറിയില്ലത് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലേ ഓണാക്കിന്ന് ഞാൻ വിരുന്നേര് വന്നിട്ട് തിരക്ക് പയനൊക്കെ കാണാതെ ചെമ്മിലൊക്കെ വരട്ടെ. ഫിഷ് ഗൈസ് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ഡയറ്റ് ഒക്കെ ഇപ്പൊ പൊളിഞ്ഞ തോന്നുന്നത്. എടി ഓവനില് സമൂസ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. അതന്നെ ഉള്ളൂ, ആ കാണുന്നുണ്ടല്ലോ. സമൂസ പരിപ്പടം എന്തൊക്കെ ഉണ്ടോ ഒക്കെ ചൂടാക്കിട്ട് എടുത്തോ. ചൂടാക്കി എന്നിട്ട് ഓഫാക്കിയതാ. നല്ല സ്നാക്സും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. പഴം 3 പീസുള്ളൂ. അതെന്താ വെച്ചാൽ ഇത് എല്ലാരും കൂടെ തിന്നാനില്ല. ഇത് തിന്നാത്ത ആൾക്ക് അത് തിന്നാം, അത് തിന്നാത്ത ആൾ ഇത് തിന്നാം, അങ്ങനെയാണ് ഇത് തിന്ന് പൂർത്തിയാക്കുക. അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലേ. അല്ലാതെ എല്ലാരും പാടെ പഴം ഇല്ലാന്ന് പറഞ്ഞ കംപ്ലൈന്റ് പറയുന്നത്. എനിക്ക് വട്ട, ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളാ.
നല്ല ഭംഗിയുള്ള സ്നാക്ക് കഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഡയറ്റൊക്കെയാണ്. എൻ്റെ ട്രെയിനർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത പറയും. അങ്ങനെ അവസാനം യാമിക്കുട്ടി ഓണായിട്ടുണ്ട്. ഇപ്പൊ ദിനോസറായി, ആനായി അപ്പോഴേക്ക് പോകാനുമായി. ഏതാ പ്രാസം? അതെന്താ യാമിക്കുട്ടിയെ? അത് നല്ല രസമുണ്ടായിരുന്നു. അതിന് എങ്ങനെ ഉഷാറായപ്പോ പിടിച്ചാലും കിട്ടണില്ല. ഞങ്ങളൊക്കെ ഓള് പറയുമ്പോ പേടിച്ചു വീഴണം അത്രേ. അതാ സൂപ്പർ. യാമി ഇതാര് തന്ന് ഇതല്ലേ ഇത്? അതിന് നമ്മുടെ നേരല്ല. ഞങ്ങള് പോവാട്ടോ അമ്മിക്കുട്ടിയെ, ഞങ്ങള് പോവാട്ടോ അമ്മിക്കുട്ടിയെ. ബൈ. അങ്ങനെ ഇവരൊക്കെ ഓട്ടോയിൽ കയറി ഞാൻ അങ്ങോട്ട് നടക്കാതെ വിചാരിച്ചു. അളിയാ ഞാൻ പോയി. ഇല്ല അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ ഷൈജാത്താൻ്റെ വീട്ടിലൊക്കെ പോയി വന്നു. മഴയൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. പിന്നെ ഇവരുട്ടിയും മിന്നുമോളും ഒക്കെ ഡ്രസ്സ് മാറ്റാൻ അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സായ്കുട്ടി നോക്കി നോക്കിയും സായ്കുട്ടിനെ കാണിച്ചു തരാം കേട്ടോ. സായ്കുട്ടി കണ്ടോ, അവനക്ക് സായ്കുട്ടിക്ക് ഈ സമയത്ത് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ട്യൂഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള്. നമുക്കിപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോൾ, വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കൂളോട് തുറന്നപ്പോഴേ കുട്ടികൾക്കും നമുക്കും ഒക്കെ ടെൻഷനാണല്ലോ. കാരണം നമ്മൾ ഡെയിലി റൊട്ടീന് മാറി, അവരുടെയും ഡെയിലി റൊട്ടീന് മാറി. ഇപ്പോൾ ഇങ്ങനെ ഇനി ഒരുപാട് പഠിക്കണം, എക്സാംസ്, അതിൻ്റെ ടെൻഷന്. കുട്ടികൾക്ക് തന്നപ്പോൾ നല്ലപോലെ പഠിക്കാൻ പറ്റുമോ, നമ്മൾ ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സമയം ഉണ്ടാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കുള്ളൊരു ടെൻഷന്. അങ്ങനെ സ്കൂളുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു ടെൻഷൻ്റെ കാലമാണല്ലോ. എനിക്കിപ്പോൾ സായ്കുട്ടിക്ക് ഇങ്ങനെ അൽബിഡ് എഡ്യൂക്കേറ്റേഴ്സിൽ അവന് ട്യൂഷനുള്ള കാരണം കൊണ്ട് ഒരു പകുതി സമാധാനമാണ് കേട്ടോ. അവന് ആ സമയത്ത് നല്ല ഫ്രണ്ട്ലി ആയ ടീച്ചേഴ്സും ഒക്കെ ആയ കാരണം കൊണ്ടേ അവനക്ക് ട്യൂഷൻ അറ്റൻഡ് ചെയ്യാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ട്യൂഷൻ്റെ സമയമാകുമ്പോൾ ആൾ തലേദിവസം മിസ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നോട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി ആൾ ട്യൂഷന് പോയിട്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഓനെ പഠിപ്പിക്കുക, പിന്നെ ഓൻ്റെ മാർക്ക്, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ടെൻഷനൊന്നും എനിക്കില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1 എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴേ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നിന്നിട്ട് പഠിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള അറ്റൻഷൻ കിട്ടുന്നുണ്ടോ, പിന്നെ അവർക്ക് ചില കുട്ടികൾക്ക് ഉണ്ടാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ കുറേ കുട്ടികളുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു മടിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അൽബിഡ് എഡ്യൂക്കേറ്റേഴ്സിൽ നമുക്ക് 1-to-1 ട്യൂഷൻ അവൈലബിൾ ആയ കാരണം കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഡയറക്റ്റായിട്ട് ചോദിച്ചോളും. പിന്നെ കുട്ടിയും ടീച്ചറും മാത്രമുള്ള കാരണം കൊണ്ട് ടീച്ചർക്ക് ഈ കുട്ടിയെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവുമല്ലോ. നമ്മുടെ കുട്ടികൾക്ക് അനാവശ്യമായ ഒരു അക്കാഡമിക് പ്രഷർ ഇല്ലാണ്ട് ഇങ്ങനെ ഈ പഠനത്തെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ അൽബിഡ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. ഇതിന് വേണ്ടിയിട്ടേ ഓൺലൈൻ സ്കൂളിംഗ് ഉണ്ട് അവർക്ക്. നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ പിന്തുണയോടെ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ചിട്ടുള്ള ഒരു പഠന രീതിയാണ് ഇത്. പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും A+ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് A+ ക്യാമ്പസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവിൻ്റെ കാട്ടിക്കും അപ്പുറത്തേക്കുള്ള അറിവുകൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ എക്സാമിനൊന്നും ഒരു ടെൻഷനും ഇല്ലാതെ സമാധാനത്തോടെ എഴുതാൻ സഹായിക്കുന്ന അക്കാഡമിക് എക്സലൻസ് എന്നുള്ള പ്രോഗ്രാമും ഒക്കെ അൽബിഡ് എഡ്യൂക്കേറ്റേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. മാണി പറയാണ്
നിങ്ങൾ ആദ്യം ഒരു കണ്ണാശുപത്രിയിൽ പോവാം. മുസൂറിയിൽ നമ്മളെ കുട്ടികളെ കുറച്ച് വലിയ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പാരൻസിനൊന്നും അവർ ചോദിക്കുന്ന ഡൗട്ടൊന്നും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആൽബിഡ് എഡ്യൂക്കേറ്റേഴ്സിൽ നമ്മളൊരു ട്യൂഷൻ ഏർപ്പാടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിങ്ങനെ ലിങ്കൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതാ ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ അവരെ പേജിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ അതൊക്കെ അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. പിന്നുണ്ടല്ലോ, നമുക്ക് ഈ ട്യൂഷനെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെമോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്യൂഷനിൽ ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പം ഇനി നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഈ അക്കാഡമിക് ഇയറിൽ നല്ലൊരു ട്യൂഷൻ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൽബിഡ് എഡ്യൂക്കേറ്റേഴ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി കേട്ടോ. സ്ക്രീനിൽ ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു ലിങ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ആൽബിഡ് എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരും മറക്കണ്ട, എത്രയും വേഗം അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും. കാരണം അവർക്ക് എപ്പോഴും ലിമിറ്റഡ് സീറ്റ്സേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റുകൾ നഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് പോയി നോക്കിയോക്കട്ടെ കേട്ടോ. പിന്നെ അന്നേ ദിവസം ഞങ്ങൾ വീഡിയോ നിർത്തില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും ചേർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ ഇരിക്കുവാണ്. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടുണ്ടാകാം, പിന്നെ ബീഫ് കറി ഉണ്ടാക്കാണ്. ഇന്നാണത് കഴിയുന്നത്. അങ്ങനെ നമ്മളത് ചാടിക്കാൻ പോകാം. ഇനി മോളെ എമ്പാടും എൻ്റെ പൊട്ടിൻ്റെ പ്രത്യേകത എനിക്ക് ഒരുപാട് തേങ്ങ വേണമെന്നുള്ളതാണ്. ഇനിയോ എന്നപ്പോൾ തിരിച്ചു പോലെ എന്തപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ? ഒരു വീഡിയോ ഉണ്ടല്ലോ, ചെക്കൻ ഡ്രസ്സ് മാറ്റി പോകുമ്പോ എനിക്ക് പണിക്ക് പോകണ്ട ഡ്രസ്സ് മാറ്റാ, പിന്നെ ചെക്കനാണ് പണിക്കും. അതേപോലെ ആ ഡയലോഗ് ഓർമ്മ വരുന്നത് പോയല്ലേ പറ്റുള്ളൂ. പിന്നെ അല്ല ഞാൻ കെട്ടിച്ചു വിടാം. എങ്ങനെയുണ്ട്? പണിക്ക് പോക്കോളാം. പണിക്ക് പോക്കാം, അതൊക്കെ കെട്ടിച്ചു വിടട്ടെ. എന്നാ പിന്നെ പണിക്ക് പോക്കോ. അല്ലാതെ വെറുതെ നിന്നിട്ട് ചിലവിനൊക്കെ വയ്യ. വന്ന പോലെ തിരിച്ചു പോകുന്നു. വന്ന പോലെ കുറച്ച് പപ്പി ഐസ് വീട്ടിൽ നിന്ന് വെളിയിൽ തുടങ്ങിയപ്പോഴത്തേനും അങ്ങനെ ആക്കിയിട്ടാണ്. നെല്ലോട്ടിക്ക് ഭയങ്കര ടെൻഷൻ വീട്ടിലേക്ക് എത്താനിട്ട്. അപ്പോൾ ഞാൻ പിന്നെ പറയുന്നത് കുറച്ചുകൂടി പോയി. പക്ഷെ എനിക്ക് വയ്യ, പെട്ടെന്ന് വയറുവേദന വയ്യായി. അപ്പം ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞു. ചിന്നമ്മച്ചിനെ കാണുന്നത് മഴ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മഴ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല എൻ്റെ കുട്ടികൾക്ക് മഴ കാണാൻ വേണ്ടിയിട്ട് അതിനിടയിലേക്ക് മറന്നു പോയിട്ട് കുട്ടികൾക്ക് എന്നെ കാണുന്നത്. അങ്ങനെ ഡെബിലുട്ടി ഒരുവിധം ഓട്ടോറിക്ഷ കയറി പോയി. ഇനിയിപ്പോൾ അടുത്തത് ഇന്നുമോള് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നുമോളത് ഞാൻ പറയുന്നുണ്ട് ലീവ് എടുക്കാൻ നോക്കടി എന്നൊക്കെ, പക്ഷെ ലീവ് എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ടോട് പോവുകയാണ്. അങ്ങനെ ഇന്നുമോള് സെറ്റായി പോവുകയാണ്. ഇന്നോള് വണ്ടി വന്നിട്ടുണ്ട്, പോയിക്കൊന്നു പോളെ കേസ്. അങ്ങനെ ബസ് ഡ്രൈവർ വിളിച്ചില്ലേ, പോയിട്ട് വരും. തെറ്റാ. അങ്ങനെ നമ്മൾ ഇന്നുമോള് ലീവൊക്കെ കഴിഞ്ഞിട്ട് പോയി. ഞാൻ ഇന്നുമോള് പോയ ശേഷമേ ഞാനൊന്ന് കിടന്നിട്ട് ഉറങ്ങി. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനും. ഇന്നുമോള് വരുന്ന ദിവസവും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പക്ഷെ അവൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരിക്കും. ഭയങ്കര ഡിപ്രഷനായിരിക്കും. ഞാൻ കിടന്നിട്ടൊന്ന് ഉറങ്ങി നീട്ടിട്ട് ഇപ്പം നീട്ടിട്ടുള്ളൂ. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴേ ഞാൻ ജാംജുബിൽ വിളിച്ച് പറഞ്ഞിട്ട് അവർ എനിക്ക് സാധനങ്ങൾ ഇങ്ങനെ ഡെലിവറി ചെയ്ത് തന്നു കേട്ടോ. ഞാൻ അന്ന് ഡയറക്റ്റായിട്ട് പോയില്ല. കാരണം ബഡ്ജറ്റിൻ്റെ പ്രശ്നം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നേരിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ നമ്മൾ വിചാരിച്ചതിലും സാധനങ്ങൾ തീരും. അപ്പോൾ ഞാനിപ്പോൾ സാധനങ്ങൾ കഴിയുമ്പോൾ അതിങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അതിങ്ങനെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് 1000 രൂപക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി ചെയ്ത് തരും. പിന്നെ സായ്കുട്ടി അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യും. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, സായ്കുട്ടി എങ്ങനെ നല്ല മക്കളാണ്, അവർ പറഞ്ഞനുസരിക്കുന്നുണ്ടല്ലോ, ജോലിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അതൊരൊറ്റ ദിവസം കൊണ്ട് അവർക്ക് വന്ന ഗുണമൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ അരക്കൊപ്പം വളർന്നിരുന്ന സമയത്ത് അവരടുത്ത് ചെറിയ ജോലി പറയും, കാര്യങ്ങൾ ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഉണ്ടായൊരു സാധനമാണത്. നമ്മൾ കുട്ടികൾ നമ്മുടെ തലക്ക് മുകളിൽ വളർന്നിട്ടേ പിന്നെ അവരെ അനുസരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അടുക്കി പറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് എനിക്ക് നാളെ രാവിലെ ജിമ്മിക്ക് പോകുമ്പോൾ കഴിക്കാനുള്ള ചക്കരക്കിഴങ്ങ് പുഴുങ്ങുന്നതാണ് കേട്ടോ. നമ്മൾ അഗാറിൻ്റെ എഗ് ബോയിലറിലാണിത് പുഴുങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നെവിലൊട്ടിയും ഇന്നുമോളൊക്കെ ഒരുമിച്ചിട്ടാണ് പോയപ്പോഴേ എനിക്കെന്താ അത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഭയങ്കര
എന്തോ ഒരു സ്ട്രെസ്സും ഭയങ്കര ടെൻഷനൊക്കെ. അനക്കെന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടി? ഒന്നൊരു കുഴപ്പമില്ല. നേരെ ഒന്ന് നീറ്റിരിക്കുക കഴിഞ്ഞാൽ ഒന്ന് ചിരിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നാളൊക്കെ ജിമ്മിൽ പോകല്ല, ചക്കരക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ യൂണിഫോം വാങ്ങിച്ചു വെച്ചിട്ടില്ല. കാരണം അവൻ്റെ യൂണിഫോം ഞാൻ ഇന്ന് അലക്കിയത്. ഇന്നുകൊണ്ട് ഇവിടേക്ക് വന്ന തിരക്കിൽ ഞാൻ അവൻ്റെ യൂണിഫോം അലക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ അങ്ങനെ അവൻ്റെ ഒരു ജോഡി യൂണിഫോം ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിരിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ രാത്രി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അത് അലക്കിയത് നമ്മൾ യൂണിഫോമൊക്കെ റൂമിൻ്റെ ഉള്ളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെയാണ് അവൻ്റെ യൂണിഫോം വാങ്ങിച്ച് ആ ജോലി കൂടി ഞങ്ങൾ തലക്സം ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കും കേട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഈ 2.50 കുറേ കാലമായി ഞാൻ കിടക്കണം. ഒരു 3 ലക്ഷം ആയിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ പോയിട്ട് കാണാം. അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.